നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല ഒരു പോളിസി ആയിരിക്കുന്ന സ്റ്റാർ ഹെൽത്ത് അഷ്വർ പോളിസിയുടെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻഷുറൻസ് എടുക്കുവാൻ നിൽക്കുന്ന ആളുകളും അതേപോലെ തന്നെ നിലവിൽ ഈ പോളിസി എടുത്ത ആളുകൾക്കും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഈ പോളിസിയിൽ നമുക്ക് സം ഇൻഷുറൻസ് 5 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയുണ്ട്. അതിൽ 5 ലക്ഷം രൂപയുടെ സം ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരു വ്യക്തിക്ക് ആശുപത്രിയിൽ പെർ ഡേ 5000 രൂപ വരെയുള്ള റൂം റെന്റ് ആണ് കിട്ടുകയുള്ളൂ. പക്ഷേ 10 ലക്ഷം മുതൽ മുകളിലേക്ക് എടുത്തിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ദിവസം സിംഗിൾ സ്റ്റാൻഡേർഡ് പ്രൈവറ്റ് റൂമോ അതല്ല എങ്കിൽ സ്യൂട്ട് റൂം ഒഴികെയുള്ള ബാക്കി എല്ലാ റൂമുകളും അവർക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഈ പോളിസിയിൽ കൺസ്യൂമബിൾ ഐറ്റംസ് കവർ ചെയ്യും. ഏകദേശം 68 ഐറ്റം കൺസ്യൂമബിൾ ഐറ്റംസ് ഇതിനുള്ള കവർ ചെയ്യും. സ്പോഞ്ച്, സിറിഞ്ച്, മാസ്ക് പോലുള്ള കാര്യങ്ങളെല്ലാം ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പോളിസിയിൽ നിലവിൽ ആംബുലൻസ് കവറേജ് നിലവിൽ നമുക്ക് ആക്ച്വൽ എമൗണ്ട് കിട്ടും. നമുക്ക് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും അതേപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും, അങ്ങനെ ഏത് രീതിയിൽ ആംബുലൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആംബുലൻസ് കവറേജ് ഈ പോളിസിയിൽ ലഭ്യമായിരിക്കും. ഈ പോളിസിയിൽ പ്രീ ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ദിവസവും കിട്ടും. നമുക്കൊരു അസുഖം ഉണ്ടാവുകയും ഡോക്ടറെ കാണാൻ പോവുകയും ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് കിടക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ കിടക്കുന്നില്ല. പക്ഷെ 2 മാസം പോയിട്ടും ഈ അസുഖം കുറയാതെ വരികയും രോഗം മൂർച്ഛിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം മുൻപുള്ളതായിരിക്കുന്ന ആ ബില്ലുകളും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതലുള്ള ആ 2 മാസത്തെ ട്രീറ്റ്മെന്റിന്റെ എല്ലാ പൈസയും ഈ വ്യക്തിക്ക് കിട്ടും. അതേപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം 6 മാസം വരെയുള്ള ട്രീറ്റ്മെന്റിനും ഡോക്ടറെ കാണുന്നതിനും എല്ലാം ഉള്ള ചെലവുകൾ ഈ പോളിസിയിൽ ലഭ്യമായിരിക്കും. ഈ പോളിസിയിൽ ഡേ കെയറുകളെല്ലാം കവർ ചെയ്യും. ഡേ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാത്ത സിറ്റുവേഷനിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഡേ കെയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കണ്ണിൻ്റെ കാറ്ററാക്ക്, അതേപോലെ തന്നെ ഡയാലിസിസ്, അതേപോലെ തന്നെ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡേ കെയറിൽ വരുന്നതാണ്. ഈ പോളിസിയിൽ എയർ ആംബുലൻസിൻ്റെ സൗകര്യവും നമുക്ക് ലഭിക്കും. നമ്മുടെ സം ഇൻഷുറൻസിൻ്റെ 10% എയർ ആംബുലൻസിൻ്റെ ഫീച്ചേഴ്സ് ലഭിക്കുന്നതാണ്. ഈ പോളിസിയിൽ നമുക്ക് ക്ലെയിം ഇല്ലാത്ത വർഷത്തിൽ 25% വരെ ബോണസ് ലഭിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തൊരു വ്യക്തിക്ക് ആ വർഷം ക്ലെയിമുകളൊന്നും ഇല്ല എങ്കിൽ അടുത്ത വർഷം അത് 2.5 ലക്ഷം രൂപ കൂടിയിട്ട് 12.5 ലക്ഷം രൂപയാകും. അങ്ങനെ 4 വർഷം വരെ ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ പൈസ കൂടി 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തൊരു വ്യക്തിക്ക് മാക്സിമം 20 ലക്ഷം രൂപയുടെ കവറേജ് വരെ ലഭിക്കുന്നതാണ്. ഈ പോളിസിയിൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ലഭിക്കുന്നതാണ്. ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ നിങ്ങൾക്ക് ഈ പോളിസി എടുത്തിരിക്കുന്ന ആളുകൾക്ക് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ പോളിസിയിൽ ആയുഷ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതായിരിക്കും. ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആയുർവേദം, യുനാനി, സിദ്ധ പോലെയുള്ള ട്രീറ്റ്മെന്റുകളും ഈ പോളിസിയിൽ ലഭ്യമായിരിക്കും. ഈ പോളിസിയിൽ ഡെലിവറി എക്സ്പെൻസ് കവറേജ് ചെയ്യുമെന്നുള്ളതാണ് ഈ പോളിസിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഹസ്ബൻഡും വൈഫും ഈ പോളിസിയിൽ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ 3ാമത്തെ വർഷത്തിൽ ഡെലിവറി നടക്കുകയാണെങ്കിൽ അതിന് 1 ലക്ഷം രൂപയുടെ ഡെലിവറി കവറേജ് കിട്ടുന്നതായിരിക്കും. ഈ പോളിസിയിൽ ന്യൂബോൺ ബേബി കവറേജും ഉണ്ടായിരിക്കും. ഭാര്യയും ഭർത്താവും 1 വർഷം ഈ പോളിസിയിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ വർഷമാണ് അവർക്കൊരു കുട്ടി ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് പോളിസി എടുക്കാതെ തന്നെ 2 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുന്നതായിരിക്കും. ഈ പോളിസിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പോളിസിയിൽ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പോളിസി എത്ര പ്രാവശ്യം ഉപയോഗിച്ചാലും 10 ലക്ഷം രൂപ തീർന്നാലും വീണ്ടും 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 10 ലക്ഷം രൂപ വീതം ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റോറേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഈ പോളിസിയുടെ സം ഇൻഷുറൻസ് തീർന്നു പോകുകയില്ല. ഓരോ ക്ലെയിമിനും 10 ലക്ഷം രൂപയുടെ കവറേജ് ഈ പോളിസിയിൽ ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഈ പോളിസിയുടെ മറ്റൊരു പ്രത്യേകത, മോഡേൺ ട്രീറ്റ്മെന്റ് എല്ലാം കവറേജ് ചെയ്യുമെന്നുള്ളതാണ്. മോഡേൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആധുനികമായിരിക്കുന്ന റോബോട്ടിക് സർജറി ഉൾപ്പെടെ എല്ലാ ട്രീറ്റ്മെന്റും ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ്.
അതുകൊണ്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ ഈ അഷ്വർ പോളിസി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോളിസിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു പോളിസി കൂടിയാണ്. ഈ പോളിസിയുടെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.